ആ ശോഭിത്തെ, നീ എന്താണ് അവിടെ ഇരിക്കുന്നത്? അതൊന്നുമില്ല, എന്തോ ഒരു റാഷസ് പോലെ എന്തോ ഒരു ശരീരത്തിലൊക്കെ ആ ഒരു പാട് വ്യത്യാസം ഉണ്ടല്ലോ, ഡോക്ടറെ കാണിച്ചില്ലേ നീ? മാറുന്നില്ല. ഇവിടെ ഞാൻ കാണിച്ചു, പക്ഷെ ഒന്നും മാറുന്നില്ല. പക്ഷെ അവിടുത്തെ ഒരു പണ്ട് കാണിച്ച ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ തിരുവനന്തപുരം? തിരുവനന്തപുരം പൾസ് ഹോസ്പിറ്റല്. പൾസ് എടാ, അവിടെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ നിനക്ക്? അതില് മൊബൈൽ ആപ്പിലോ? നീ എടുത്ത് നോക്കാം, ആപ്പ് ഡൗൺലോഡ് ചെയ്യും, പ്ലേ സ്റ്റോറിലുണ്ട്. അത് പ്ലേ സ്റ്റോർ തുറന്നു ജി ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ഇതിൽ വഴി നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം. ഫാമിലിയിലുള്ള എല്ലാവരുടെയും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഫോൺ നമ്പർ വെച്ചിട്ട് അതിന്റെ ഇത് വരുന്നു, ലോഗ് വരുന്നു. ഫോൺ നമ്പർ ടൈപ്പ് എടുത്ത് നോക്ക്. നിന്റെ അമ്മയുടെയും അങ്ങനെ വീട്ടിലുള്ള എല്ലാവരുടെയും അതിൻ്റെ ഉള്ളിലേക്ക് വരും. ആരുടെയും എല്ലാം ഫോൺ നമ്പർ ഇത് ജസ്റ്റ് വായിക്കാനുള്ളതാണ്. സ്ക്രോൾ ചെയ്ത് വിട്ടോ. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക, ഒരു OTP വരും. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് എന്റെ നമ്പർ തന്നെ. നിന്റെ നമ്പർ തന്നെ. നീ അവിടെ ഹോസ്പിറ്റലിൽ കൊടുത്ത നമ്പർ ഏതാണെന്ന് ആ നമ്പർ കൊടുക്കുക. കണ്ടോ നിന്റെ ഇത് നിന്റെ ഫാമിലി മൊത്തം ഉണ്ടായി. എല്ലാവരും വന്നിട്ടുണ്ടാവും അതിലേക്ക്. ഓക്കെ. ഞാനിപ്പോൾ ഇതിപ്പോൾ അപ്പോയിൻമെന്റ് എടുത്തു. അപ്പോൾ അപ്പോയിൻമെന്റ് എടുത്ത് ഡോക്ടറെ എങ്ങനെ അറിയാം? അവരെങ്ങനെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടല്ലോ അതില്. അപ്പോൾ അവരെങ്ങനെ വിളിക്കും? ഡോക്ടറുടെ ആപ്പിൽ അതിന് നോട്ടിഫിക്കേഷൻ ആ ടൈം ആകുമ്പോൾ ഡോക്ടറെ ഒന്ന് വിളിക്കും. ടെലി കൺസൾട്ടേഷൻ വഴിയല്ലേ? ഈ ഫീച്ചറാണോ? ടെലി കൺസൾട്ടേഷൻ തന്നെ. ഇനി അതിൽ നിനക്ക് ടൈമിങ് ഏതാ വേണ്ടിച്ച എടുക്ക്. അതിലിട്ട് അതെടുത്തോ. ഈവനിങ്ങിൻ്റെ എടുക്കണ്ട, സിനിമയ്ക്ക് പോകാനുള്ളതാണ്. പിന്നെ ഇവിടെ നീ റീസൺ എന്താണെന്നുള്ളത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റാഷസ് എഴുതിയാൽ മതിയല്ലോ. നീ നേരെ പേയ്മെന്റിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. സാധാരണ പേയ്മെന്റ് അല്ലേ? ഓൺലൈൻ പേയ്മെന്റ്, സാധാരണ നമ്മുടെ ഓൺലൈനിൽ തന്നെ പേയ്മെന്റ് കൊടുക്കുന്ന പോലെ തന്നെ അത് ഡയറക്റ്റ് അവിടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ആവും. അത് കഴിഞ്ഞ് പിന്നെ നീ ആ ഒരു ദിവസം ആ ഒരു സമയത്ത് നമുക്ക് എടുത്ത് നോക്കിയാൽ മാത്രം മതി. ആ ഒരു ടൈമിൽ കോൾ വരും അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിത് വരുന്ന പിന്നെ ഇത് ഡാഷ്ബോർഡ്. ഇവിടെ നമ്മുടെ അപ്പോയിൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. അതുകൂടാതെ ബാക്കി നമ്മുടെ ഹെൽത്ത് റെക്കോർഡ് മൊത്തം ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. പ്രിസ്ക്രിപ്ഷൻ, ലാബ് ടെസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ. ഇനി അപ്പോയിൻമെൻറ്റ് അവിടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അപ്പോയിൻമെൻറ്റ് കാണിക്കുന്നുണ്ടായിരിക്കും. എന്നത്തെ അപ്പോയിൻമെൻറ്റ്, ഏത് ടൈം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. ഇനി ഇതിൽ തന്നെ പ്രിസ്ക്രിപ്ഷൻ, പിന്നെ നമുക്ക് ഓങ്കോളജി ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മൊത്തം അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഡയാലിസിസ് ഉള്ള പേഷ്യൻസ് ആണെന്ന് വെച്ചാൽ ഡയാലിസിസിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബില്ലുകൾ പഴയത് കാണാൻ വേണ്ടി പറ്റും. ലാബ് ബില്ല്, ഫാർമസി ബില്ല്, അങ്ങനെ പഴയ ബില്ലുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബില്ലൊന്നും നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ആപ്പിൽ തന്നെ പിന്നെ അത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ അഡ്വാൻസ് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊടുത്ത് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത തവണ നമുക്ക് ഓൾറെഡി അതിൽ അവൈലബിൾ ആയിരുന്നു. ഇനി ഇതേപോലെ തന്നെ OP പോലെ തന്നെ IP വരുമ്പോൾ അതിൻ്റെ ഡാഷ്ബോർഡ് മാറും. അഡ്മിറ്റഡ് ആയ പേഷ്യൻ, അഡ്മിറ്റ് ആയ അതിൻ്റെ ബിഹേവിയറെ മൊത്തം ആപ്പിൻ്റെ മാറുന്നുണ്ടാവും. അതിൽ വൈറ്റൽസ്, ഡ്രഗ് ചാർട്ട് അങ്ങനെയുള്ളത് മൊത്തം കാണിക്കുന്നുണ്ടാവും. അഡ്വാൻസ് എന്തെങ്കിലും നമ്മൾ കൊടുക്കാണ്ട് അഡ്വാൻസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. അതേപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി പറ്റി കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി കോള് കൊടുത്തു കഴിഞ്ഞാൽ നഴ്സിംഗ് സ്റ്റേഷനിലൊക്കെ അലേർട്ട് പോകുന്നുണ്ടാവും. ഇനി കൈതട്ടി പോയാൽ നമുക്കത് ക്യാൻസൽ ചെയ്യാനും വേണ്ടി പറ്റും. പിന്നെ ബാക്കി അതിൽ ഡ്രഗ് ചാർട്ട് ഉണ്ട്. നമുക്ക് മരുന്ന് കഴിക്കേണ്ട സമയമൊക്കെ അതിൽ കാണിക്കുന്നുണ്ടാവും. എപ്പോഴാണ് കഴിക്കുക, സിസ്റ്റേഴ്സ് എപ്പോഴാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ വൈറ്റൽസിൻ്റെ വേരിയേഷൻ കാണിക്കും. അങ്ങനെ മൊത്തം നമ്മൾ IP-ലാകുമ്പോൾ ഒരു മൊത്തം ആപ്പിൻ്റെ തന്നെ IP-യുടെ പോലെ ബിഹേവ് ചെയ്യും. ഇനി അതിൽ നമുക്ക് പ്രൊഫൈൽ സ്വിച്ച് ചെയ്യാം. നമ്മുടെ കൂടാഞ്ഞ് ഇപ്പോൾ വേറെ ഫാമിലിയിൽ വേറെ ആളുടെ ആരുടെയെങ്കിലും എടുത്ത് നോക്കാൻ സ്വിച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. മറ്റുള്ളവർ ഈ ഫോൺ നമ്പറിൽ അണ്ടർ രജിസ്റ്റർ ആയി മറ്റുള്ളവരുടെ നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ബാക്കി ഇങ്ങനെയൊക്കെ നീ നോക്കിയാൽ മതി. നിനക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും പെട്ടെന്ന്. അത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മളെ പോലുള്ളവർക്കാണ് ഈ ഒരു ആപ്പ് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഫേവറേറ്റ് ഡോക്ടറൊക്കെ ഉണ്ടാവും. എനിക്ക് നാട്ടിലുള്ള ഒരു ഡോക്ടർ ഫേവറേറ്റ്, ആളെ കണ്ടാലാണ് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് മാറുന്നുണ്ട്. അങ്ങനെ അതിന് നമുക്ക് വീഡിയോ കോൾ വഴി വിളിച്ച് നമുക്ക് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡോക്ടർ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. അതിലൊക്കെ ഭയങ്കര ഹെൽപ്പാണ്. എന്തായാലും നോക്കട്ടെ, അടിപൊളിയാണ്.